ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അഞ്ചുരുളി മുനമ്പ് എക്കോ ടൂറിസത്തിലാണ്. അപ്പോൾ ഞങ്ങളിവിടുന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഒരാളുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് എത്രയാണ്? ഒരാൾക്ക് 40 രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വരുന്നത്. പിന്നെ 2 വീലർ പാർക്കിംഗ് ഉണ്ട്. അതിനെത്ര വരെ? 10 രൂപ. അതിന് 10 രൂപ എക്സ്ട്രാ നമ്മൾ അഡീഷണലായിട്ട് പേ ചെയ്യണം. നേരത്തെ ഇവിടെ എൻട്രി പാസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എത്ര മാസമായി തുടങ്ങിയെന്ന് പറഞ്ഞ്? 7 മാസമായി ഇത് എൻട്രി പാസ് വെച്ച് ആണ് ഇപ്പോൾ അകത്തോട്ട് ആൾക്കാരെ കയറ്റി വിടുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടേ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. പിന്നെ ഇവിടുന്ന്, അതായത് മെയിൻ എൻട്രൻസിൽ നിന്നൊരു 900 മീറ്റർ നമുക്ക് അകത്തോട്ട് നടക്കാനുണ്ട്. ഏതായാലും ചെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്, അവിടെയാണ് എൻട്രി വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് 2 വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മുനമ്പം വ്യൂ പോയിൻറ്റ്. നമ്മൾ ഈ ലെഫ്റ്റ് കിടക്കുന്ന വഴിയെ പോവാണ്. അപ്പോൾ താഴെ കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പം ഇപ്പോൾ ഒരു 300 മീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് മടുപ്പൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വീഴാതെ ഇവിടുന്ന് പിടിച്ചിറങ്ങാനുള്ള പിടിയൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഇതേപോലെ ഇരുന്ന് വിശ്രമിക്കാനുള്ള, ഇത് മുള വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് കണ്ടതാണ് 2 ചെയർ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്നൊരു 800 മീറ്ററൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കണ്ടതാണ് ഇവിടെ ഒരു ചെയർ. നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചൊക്കെ പതുക്കപ്പാ. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടതാണ് ഇഷ്ടംപോലെ ചിത്രശലഭങ്ങൾ. ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഇതുപോലെ ചിത്രശലഭങ്ങൾ കാണുന്നത്. ഈ ഒരു ഏരിയ വന്നപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ലൊക്കേഷനിലെത്തി. കുറച്ച് ദൂരം തിറക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തി. ഇത് ഇപ്പം നമ്മളിവിടെ വന്നാൽ കാണുന്ന ഈ ഒരു വ്യൂ ആണ്. പിന്നെ നല്ല ക്ലിയർ വെള്ളമാണ്. പിന്നെ ആ താഴെ ഒരു വഞ്ചി കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ കാണുന്ന വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇത് ഇവിടെ എല്ലാം മുള വെച്ചുള്ള ചെയറുണ്ട്. പിന്നെ ആ വെള്ളമൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഒരു ബ്ലൂ കളറിലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അത് പറഞ്ഞ പോലെ ഇത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ആ ഒരു സൈഡിലോട്ടാണ്. പക്ഷേ ആ സൈഡിൽ ഇപ്പം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്ര നേരം നടന്നു വന്നാലും കുറച്ച് നേരം ഊഞ്ഞാലാടിയിട്ടൊക്കെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഊഞ്ഞാലാടിയത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ആ മരത്തിൻ്റെ കീഴിലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ആ ഒരു ദൂരം വരെ പോകാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോയില്ല, അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം വെയിൽ തുടങ്ങി അങ്ങോട്ട്. അവിടെ നല്ല മരമൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല തണലുണ്ടായിരുന്നു. ഇതൊരു ഐലൻഡ് പോലെയാണ് ഇനി വരുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ സൈഡിൽ കാണുന്നതാണ് അഞ്ചുരുളി ടണൽ വരുന്നത്. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഐലൻഡ് പോലെ കിടക്കുന്നത് വരുന്നത്. പിന്നെ ആ അറ്റത്ത് ഒരു മാടം പോലെ ഉണ്ട്. നമ്മുടെ കൂടെ വന്ന ഒരു ഗാർഡ് ഇപ്പോൾ അവിടെ സ്റ്റേ അടിക്കുന്നുണ്ട്. ഏതായാലും അങ്ങോട്ട് പോയില്ല, ഏതായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അറ്റത്തെത്തി. അപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ കുറേ പാറകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. വെയിലില്ലെങ്കിൽ അത്യാവശ്യം നല്ലതാണ് ഇവിടെ. പിന്നെ അവിടെ ഒരു നോക്കാനുള്ളൊരു റേഞ്ചർ പോലെ അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടൊക്കെ പോയാൽ ചെളിയൊക്കെ ആയതുകൊണ്ട്
നമുക്ക് വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. വെയിലൊക്കെ കുറഞ്ഞിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ചൂടറിയാൻ പറ്റുന്നില്ല. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വന്ന ഈ ഒരു ഐലൻഡ് പോലുള്ളതിൻ്റെ അറ്റം ഇവിടെ കൊണ്ട് തീരുകയാണ്, ഇവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത്. ഇവിടെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോകാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കാട്ടിക്കൂടെ വരുമ്പോഴത്തേക്ക് കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പറവകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കിവിടെ വരാൻ പറ്റും. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇതുവരെ രാവിലത്തെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ സമയം 11 മണിയൊക്കെ ആയി. അപ്പോൾ ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത്ര ഒരു ഏരിയ വരുന്നിടം വരെ അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട്. ഇവിടെയാണ് വന്നാലും ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്ര ഭാഗം വരുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇത്ര ഒരു 50 മീറ്റർ പോകാൻ നേരത്ത് ആ ഒരു സ്ഥലം മാത്രമേ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൂ. ബാക്കി എന്തുകൊണ്ടും അടിപൊളിയാണ് ഇങ്ങോട്ട് വരാൻ. അത്യാവശ്യം രാവിലെയും വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് വന്നാലും ഈ ഒരു ഏരിയ കുഴപ്പമില്ല. കാരണം ഇവിടെ മൊത്തം വനമായതുകൊണ്ട് കുഴപ്പമില്ല. വന്ന് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അധികം ആരും ഇങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ വലിയ ആളനക്കോ നമുക്ക് ശല്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വരുവാണെങ്കിൽ തന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും.